മുഹക്കക്കായി. ഫിത്ന മുഹക്കക്കായാൽ പോകാൻ പാടില്ല നിങ്ങൾ പറയുന്നു. നോക്കിയിരിക്കും. സുഹൃത്തെ, അപ്പൊ പിന്നെ എന്താണ് ആ ഹദീസിൽ പറഞ്ഞത് നിങ്ങൾ ശരിക്കും മനസ്സിലാക്കുന്നില്ല. ആ ഹദീസിൽ പറഞ്ഞ കാര്യം ബനു ഇസ്രായേലുകളുടെ സ്ത്രീകളെ വിലക്കപ്പെട്ടിരുന്നു. എന്നാൽ ഈ ഉമ്മത്തിലെ സ്ത്രീകളെ റസൂല് വിലക്കിയില്ല. പക്ഷേ ഈ പെണ്ണുങ്ങള് പിന്നെ ശരിക്ക് ഔറത്ത് മറക്കാതെയും പിന്നെ ഭംഗി ഒഴിവാക്കിക്കൊണ്ടും പിന്നെ സ്വന്തം പൂശിക്കൊണ്ടും മറ്റു നിലക്ക് തെറ്റായ നിലയിൽ പള്ളിയിലേക്ക് പോകുന്നത് അത് തെറ്റാണ്. ആ തെറ്റ് റസൂൽ കാണുകയായിരുന്നെങ്കിൽ വിലക്കുമായിരുന്നു. ഇവിടെ രണ്ടും സംഭവിച്ചില്ല. റസൂൽ കണ്ടില്ല അവർ പോകുന്നത്, ആ രൂപത്തിൽ പോകുന്നത്. അപ്പോ പിന്നെ റസൂൽ വിലക്കിയിട്ടുമില്ല. അപ്പൊ ഈ ഉമ്മത്തിൽ വിലക്കപ്പെട്ടിട്ടില്ല പള്ളികള്. അത് തന്നെയാണ്. അത് ശരി, അതാണ് പോയിന്റ്. റസൂല് കണ്ടില്ല, റസൂല് വിലക്കിയില്ല. പക്ഷെ ആയിഷ ബീവി കണ്ടു, ആയിഷ ബീവി പറഞ്ഞു എന്താ നബീന് കണ്ടാൽ അവസ്ഥ വിലക്കലായിരുന്നു. എന്താ ആയിഷ ബീവി പറഞ്ഞു. അത് വിശദീകരിച്ചിട്ടാണ് ഇനി അവിടെയാണ് എന്റെ പോയിന്റ്. അത് വിശദീകരിച്ചിട്ടാണ് ഇങ്ങനെ നേതാവ് പറഞ്ഞത് തഗയ്യറത്തിൽ ഹാലു അമ്മാക്കാന അലൈഹി നബിയു. നബി തങ്ങൾ ജീവിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് പെണ്ണുങ്ങൾ മാറിപ്പോയി. ഇലാ ഹദ്ദി യഖ്തലി മൻഅഹുന്ന മിനൽ മസാജിദി. പള്ളിയെ തൊട്ട് തടയൽ നിർബന്ധ സാഹചര്യമായ ഒരു അവസ്ഥയിലേക്ക് ആയിഷ ബീവിയുടെ കാലഘട്ടത്തിൽ മാറിപ്പോയിട്ടുണ്ട്. പിന്നെ എങ്ങനെയാണ് നമ്മുടെ ഈ കാലഘട്ടം 13 നൂറ്റാണ്ടുകൾക്ക് ശേഷം പെണ്ണുങ്ങളെ എങ്ങനെയാണ് പള്ളിയിലേക്ക് കൊണ്ടുപോവുക? അത് പറ്റൂല. അവിടെ നിർബന്ധമായിട്ടും തടയപ്പെടുകയാണ് വേണ്ടത് എന്നാണ് സാലിഹുൽ ഉസൈമീൻ രേഖപ്പെടുത്തിയിട്ടുള്ളത് എന്നാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. മനസ്സിലായോ? ഇപ്പൊ സാലിഹുൽ ഉസൈമീൻ സുന്നിയായിട്ടാണ് ഈ വിഷയത്തിലുള്ളത്. ഈ വിഷയത്തിൽ സാലിഹുൽ ഉസൈമീൻ സുന്നികളുടെ പക്ഷത്താണ് നിൽക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ പെണ്ണുങ്ങൾ ഫിറ്റായിരുന്നു. ഇത് ഞാൻ മുജാഹിദിന്റെ വാദപ്രകാരമാണ് പറയുന്നത്. ശരിക്കും ശ്രദ്ധിക്കണം. മുജാഹിദുകളുടെ വാദത്തിന് അടിവരയിട്ടുകൊണ്ട് പറയട്ടെ. അത് സമ്മതിച്ചുകൊണ്ട് നിങ്ങളുടെ വാദത്തിന് വേണ്ടി ഞാൻ സമ്മതിച്ചുകൊണ്ടാ പറയുന്നത്. ലാത്തന്റെ അർത്ഥം എന്താണ് പണ്ഡിതന്മാർ പറഞ്ഞു. അതൊക്കെ അവിടെ നിൽക്കട്ടെ. മുജാഹിദ് വാദപ്രകാരം പെണ്ണുങ്ങളെ തടയാൻ പാടില്ല, പള്ളിയെ തൊട്ട് തടയാൻ പാടില്ല. അത് ഏത് കാലഘട്ടം? നബിയുടെ കാലഘട്ടം. ആ കാലഘട്ടത്തിലുള്ള പെണ്ണുങ്ങള് കംപ്ലൈന്റ് ഇല്ലായിരുന്നു. ആയിഷ ബീവിന്റെ കാലഘട്ടത്തിലപ്പോ കംപ്ലൈന്റ് ആയിരുന്നു. അപ്പൊ തടയപ്പെടണം. എന്താ നബി എന്നാൽ ഈ കാലഘട്ടത്തിലുള്ള പെണ്ണുങ്ങളെ കണ്ടിരുന്നെങ്കിൽ നിർബന്ധമായിട്ടും തടയും. നബി തടഞ്ഞിട്ടില്ല. കാരണം നബിയുടെ കാലഘട്ടത്തിലുള്ള പെണ്ണുങ്ങള് ഡീസന്റ് ആയിരുന്നു. ആയിഷ ബീവിന്റെ കാലഘട്ടത്തിലുള്ള പെണ്ണുങ്ങള് കുറച്ചൊന്ന് മോശമായിപ്പോയി. അപ്പൊ ആയിഷ ബീവി പറയാം നബി കണ്ടിട്ടുണ്ട് തടിയായിരുന്നു. കാരണം ഫിത്ന ഉണ്ടായിട്ടുണ്ട്. സ്ത്രീകളുടെ ഭാഗത്തിൽ നിന്നും ഫിത്ന ഉണ്ടാകുന്നു. ഫിത്ന ഉണ്ടായാൽ തടയണമെന്ന് നിങ്ങൾ തന്നെ നേരത്തെ സമ്മതിക്കുകയും ചെയ്തു. ഫിത്ന ഉണ്ടായാൽ തടയൽ നിർബന്ധമെന്ന് നിങ്ങൾ തന്നെ സമ്മതിച്ചു. ഫിത്ന ഉണ്ടായിട്ടുണ്ടെന്ന് ആയിഷ ബീവിയും പറയുന്നു. ആ കാലഘട്ടത്തിൽ തന്നെ ഫിത്ന മുഹക്കക്കായിട്ടുണ്ട് എന്ന് തന്നെയാണ് ആയിഷ ബീവി പറയുന്നത്. ഫിത്ന ഉണ്ടായാൽ തടയൽ നിർബന്ധമാണെന്ന് നിങ്ങളും പറയുന്നു, സാലിഹുൽ ഉസൈമീനും പറയുന്നു, വഹാബി നേതാക്കന്മാർ അത്രയും പറയുന്നു. കേരളത്തിലെ കുറച്ച് ഞാനീന് മുജാഹിദിന് മാത്രം വിഷയം തിരിയുന്നില്ല. ഇതാണ് ഞാൻ പറഞ്ഞത്. നമുക്കെടുക്കാം. ഉസ്താദെ, ഇപ്പൊ നിങ്ങൾ എന്താണ് പറഞ്ഞത്? നിങ്ങൾ തന്നെ പരസ്പരം വൈരുദ്ധ്യം പറയുകയാണ്. നിങ്ങൾ ഒരു കൂട്ടർ പറഞ്ഞു പറ്റേ എന്താകണം, ഇപ്പൊ എല്ലാ രൂപത്തിലും ഫിത്നയാണ്, അതുകൊണ്ട് പെണ്ണുങ്ങൾ പോവാനേ പാടില്ല എന്നല്ല ഇപ്പൊ നിങ്ങൾ പറയുന്നത്. എന്താണ് നിങ്ങൾ പറയുന്നത്? ഞാൻ പറഞ്ഞു വഹാബിവാദങ്ങൾ അംഗീകരിച്ചുകൊണ്ട് എന്ന് ഞാൻ വെറുതെ പറഞ്ഞതല്ല. അതുങ്ങള് അവിടെ എന്തെങ്കിലും അങ്ങനെ കോട്ടുമാറ്റണേ. ഞാൻ പറഞ്ഞല്ലേ വഹാബിവാദങ്ങൾ അംഗീകരിച്ചുകൊണ്ടാണ് ഞാൻ പറയുന്നത്. എന്റെ വാദമല്ലത്. ഞാനത് സമ്മതിക്കല്ല. നിങ്ങൾക്ക് വേണ്ടി അങ്ങനെ സമ്മതിച്ചാൽ തന്നെ ഈ കാലഘട്ടത്തിൽ പെണ്ണ് പോകാൻ പാടില്ല എന്നാണ് ഹുസൈനി പറഞ്ഞത്. അതല്ലേ ഞാൻ പറയണത്. അല്ലാതെ സുന്നി വാദം ഞാൻ പറഞ്ഞത് അല്ല. അതെല്ലാം സുന്നിയുടെ വാദം. ഇങ്ങനെ വാദപ്രകാരം തന്നെ പോകാൻ പാടില്ല എന്നാണ് നിയമം. അത് ശരി. നിങ്ങളെ പിന്നെ അതിന് ഇപ്പൊ നമ്മളെ അടിച്ച പോലെ തന്നെ നിങ്ങളെ ഐഡിയോളജി വെച്ചിട്ട് തന്നെ പോകാൻ പാടില്ല എന്നാ കിട്ടുക.
പോകാന്നല്ല കിട്ടുക, പുണ്യാന്നല്ല കിട്ടുക, പോകാൻ പാടില്ല, ഹറാമാന്നാ കിട്ടണേ. അത് നിങ്ങളെ വാദം സമ്മതിച്ചുകൊണ്ട് പറഞ്ഞതാ. എന്നിട്ട് ഞങ്ങൾ വൈരുദ്ധ്യം പറയുന്നു. അത് നിങ്ങളെ വാദം അംഗീകരിക്കുമ്പോഴേ നമ്മളെ വൈരുദ്ധ്യം ഉണ്ടാവുള്ളൂ. നിങ്ങളെ വാദം തക്ദീറൻ, അതും ശരിയാണെന്ന് വെച്ചാൽ തന്നെ വലവു സുല്ലിമ, വാദത്തിന് വേണ്ടി അത് സമ്മതിച്ചാൽ തന്നെയും എന്നാലും കുട്ടിന് പോകാൻ പാടില്ല എന്നാണ്. മനസ്സിലായോ? അതുള്ള വായിക്കെടുക്കും. അതാണ് ഇതാണ് പ്രശ്നം. ഞാൻ പറഞ്ഞില്ലേ, നീ അതുള്ള വായിക്കൊടുക്കൂല, അതുള്ള പോയി നീ പോയി 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 അവരെല്ലാം പോയി വരും. അങ്ങനെ അറിയാം. ഞാൻ ഇടക്കിടക്ക് DC ആവുണ്ട്, ഇനിയിപ്പോ അവസാനത്തെ കൊടുക്കുന്നവരെ എനിക്ക് പോവുകയും ചെയ്യാലോ. അങ്ങനെ DC ഇപ്പൊ അതാണ് വിചാരിക്കുന്നത്. ഇതാണ് വഹാബികൾ. വഹാബിസത്തിന്റെ ആണിക്കണ്ട് ഊരിപ്പോകും മക്കളെ. നേർക്ക് വർത്താനം പറയാൻ നിന്നാല് വഹാബിസത്തിന് പിടിച്ചു നിൽക്കാനാവില്ല. നിങ്ങൾ ആലോചിച്ച് ഇനി 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 അതുള്ള പോയല്ലോ. ഇവിടെ ഒരു പ്രശ്നമുണ്ട്. ശരിക്കും നമ്മൾ ആലോചിക്കണേ. ഇവിടെ ഒരു പ്രശ്നം. നമ്മളെ ആരാണ് ഒരാളടിച്ചു, അപ്പൊ പിന്നെ ജാറത്ത് പോകാൻ പറ്റുമോ? ജാറത്ത് പോകാൻ പറ്റും. എന്നാ പള്ളിയില് നിസ്കരിക്കാൻ പോകാൻ പറ്റൂല. അതെന്തിനാ പറയണ്ട അറിയോ? പറഞ്ഞു തരാം, ശരിയാക്കി തരാം. ഇങ്ങനെയല്ലോ, കല്യാണം സുന്നത്തായ ഒരു അമലാണ്. ശരിക്കും ശ്രദ്ധിക്കണേ. കല്യാണം സുന്നത്തായ ഒരു കാര്യമാണ് കല്യാണത്തിന് പെണ്ണുങ്ങൾ വരുന്നു, അവളെ ഫിത്ന ഉണ്ടാവും. അതുകൊണ്ട് കല്യാണം കഴിക്കൽ ഹറാമാണ് എന്ന് പറയാൻ പറ്റൂല. മസ്അല പഠിക്കണമെങ്കിൽ ഇങ്ങനെ കിതാബ് ഓതായിട്ട, ഇങ്ങനെ കിതാബ് പഠിക്കായിട്ട കല്യാണത്തിന് പെണ്ണുങ്ങൾ വരുന്നു, അവളെ ഫിത്ന ഉണ്ടാവും. അതുകൊണ്ട് മേലാൽ കല്യാണം കഴിക്കൽ ഹറാമാണ്, ഫത്വ എടുക്കാൻ പറ്റൂല. കാരണം കല്യാണം സുന്നത്തായ ഒരു കാര്യത്തിന്റെ പേരിൽ മഹദൂർ വരികയാണെങ്കിൽ ആ മഹദൂറിന്റെ പേരിൽ സുന്നത്തിന് തള്ളപ്പെടുകയല്ല വേണ്ടത്, മഹദൂറിനെ സൂക്ഷിക്കപ്പെടുകയാണ് വേണ്ടത്. എന്നാൽ പുണ്യമില്ലാത്ത അനുവദനീയമായ ഒരു കാര്യം, ഇത് വഹാബിവാദം കേട്ടോ, വഹാബി ഐഡിയോളജി അനുസരിച്ചാ പറഞ്ഞു, അനുവദനീയമായ ഒരു കാര്യത്തിന്റെ പിന്നിൽ മഹദൂർ വരികയാണെങ്കിൽ ആ അനുവദനീയമായ കാര്യം ഉപേക്ഷിക്കപ്പെടുകയാണ് വേണ്ടത്. പഠിക്കായിട്ടായത്. അതുപോലെ തന്നെ സുന്നത്തായ ഒരു കാര്യമാണ് ഖബർ സിയാറത്തിന് പോകുമ്പോ അവനെന്തെങ്കിലും പ്രശ്നം വരുന്നുണ്ടെങ്കിൽ ആ പ്രശ്നം ഒഴിവാക്കിയ ഖബർ സിയാറത്ത് പോറിയില്ല. ഇനി സുന്നത്തായ ഹജ്ജിന് പോവുകയാണെങ്കിൽ അങ്ങനെ തന്നെ എയറോസ്റ്റേഷനെ കാണാൻ കഴിച്ചിട്ട് ഹജ്ജ് സുന്നത്തില്ലാന്ന് പറയാൻ പറ്റൂല. പഠിച്ചു വെച്ചോ. കിതാബ് ബോധം എന്ന് പറഞ്ഞ വെറുതെ അല്ല, ഓതി പഠിക്കണം. അത് ശരി, ഞാൻ എന്താ മനസ്സിലാക്കിയത്? ഇങ്ങനെ ഈ ഓതപ്പാമ്പൊക്കെ കാണുമ്പോഴത്തേക്ക് ഇതാകായിട്ട് അടി പറഞ്ഞു പോകില്ല. അതിനൊക്കെ അവിടെ ഞങ്ങൾക്ക് അങ്ങനെ സുന്നി പണ്ഡിതന്മാര് ഉസ്താദുമാര് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഇയാളിതെന്താ പഠിക്കുന്നു? അബ്ദുള്ള അതിന് പുണ്യൊന്നുമില്ല മോനെ. അതൊക്കെ അവിടെ ഇരിക്കട്ടെ. നമുക്കിതാ വേണ്ടത് ഫിത്ന മുഹഖഖാൻ ആര് പറയുന്നു? ആരാ ഫിത്ന മുഹഖഖാന്ന് പറഞ്ഞത്? ആയിഷ ബീവി പറയുന്നു. നിങ്ങൾ പറയുന്നു ഫിത്ന മുഹഖഖാണെങ്കിൽ പകൽ ഹറാമാൻ, തടയപ്പെടേണ്ടതാണ്. നിങ്ങളാ വാദു ഇതെന്നല്ലേ നമ്മളും പറഞ്ഞത്? ഫിത്ന മുഹഖഖാണോ ഇല്ലേ എന്നുള്ളിടത്താണ് ചർച്ചയുള്ളത്. ഫിത്ന മുഹഖഖാണെന്നാണ് ആയിഷ ബീവി പറയുന്നത്. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്നു. നിങ്ങളെ വാദം എന്താ? ഫിത്ന മുഹഖഖാണെങ്കിൽ തടയൽ നിർബന്ധ. തടയുന്നു സുന്നികൾ. നിങ്ങൾക്ക് ഫിത്ന മുഹഖഖാണെങ്കിൽ തടയണമെന്ന് പറയുന്നു, നിങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നു, വന്നിട്ടുണ്ട് കൊല്ലണം എന്ന് പറയുന്നു. ഇതാണ് നിങ്ങൾ നമ്മൾ തമ്മിലുള്ള വ്യത്യാസം. മനസ്സിലാക്കുക. ഒന്ന് പതുക്കെ പറയുന്ന കാരണം അതുണ്ടാവും. ഇത്തിരി ഇങ്ങനത്തൊന്നും അറിയാലോ. കുറെ കാലത്ത് നിങ്ങളൊക്കെ എന്നെ കാണുന്നില്ലേ? ഈ കരകളൊക്കെ ഞാൻ SGBയിലൊക്കെ വരുന്നതിന് മുമ്പേ എന്നോട് ചോദിക്കുന്ന ആൾക്കാരൊക്കെയാണ്. എന്നിട്ട് കരകൾ ഇപ്പോഴും പയ്യനോട് പതുക്കെ പറയുന്ന പയ്യന്റെ ഹിൽക്കത്തിൽ പെടുന്നല്ലേ അത്? ഓക്കെ മാഷാഅല്ലാ. ഏതായാലും അതിന് ഇത്തിരി സൗണ്ട് വെച്ചാറാ. ഇത്തിരി സൗണ്ട് പയ്യർക്ക് ആവേശം വരും. കാരണം ഹക്ക് എന്റെ ഭാഗത്തുള്ളത്. അപ്പൊ ആവേശം ഉണ്ടാവൂലേ? നീ പറയും. ഇത് നിങ്ങളെ ആവേശമാണ്. എന്താ ചെയ്യണോ? നെതികളൊക്കെ ഇങ്ങനെ പൂട്ടി പോകുന്നത് കാണുമ്പോ നിങ്ങൾക്ക് ആവേശം ഉണ്ടാവും. നിങ്ങൾ പറയും, എന്താ ചെയ്യ? ഓക്കെ, ഏതായാലും അബ്ദുള്ള പറയും. ആയിഷ ബീവി പറയുന്ന ഫിത്ന മുഹഖഖാൻ
ഇങ്ങനെ പറയുന്നു ഫിത്ന മുഹഖഖായാൽ തടയൽ നിർബന്ധാണ്, പോകാൻ പാടില്ല. എന്ത് പറയുന്നു? അവിടെ തന്നെ ചർച്ച ചെയ്യട്ടെ. നോക്കിയെടുക്ക്. ഹലോ ഉസ്താദ്, ഫിത്ന ഗൈർ മുഹഖഖാണെങ്കിൽ തടയാൻ പറ്റുമോ? അല്ല, ഗൈർ മുഹഖഖാണെങ്കിൽ അനുമതി കൊടുക്കണ്ടേ? നിർബന്ധമല്ലേ? ലാ തംനഉ എന്ന് പറഞ്ഞാൽ ഹറാം. ഫിത്ന മുഹഖഖാണെന്ന് തടയാന്ന് ഇവർക്ക് ഉറപ്പായി. മാഷാ അല്ലാഹ്, അല്ലാഹു തആല ബർക്കത്ത് ചെയ്യട്ടെ. ഈ ഫിത്ന മുഹഖഖായി എന്ന് ആയിഷ ബീവിയും പറയുന്നു. അതിനെക്കുറിച്ച് എന്ത് പറയുന്നു? മുണ്ടില്ല. ഈ ബ്രായിനെ പിടിച്ച പോലെ ഫിത്ന മുഹഖഖായ തടയൽ നിർബന്ധാണ്. ഈ ഫിത്ന മുഹഖഖാണോ? ഈ ഫിത്ന മുഹഖഖാണ്. അത് ആയിഷ ബീവി പറഞ്ഞത് സഹീഹ് മുസ്ലിമിൽ ഉണ്ട്. ഇവൻ ചെയ്യും, ഈ തടയെന്ന് ഇതാണ് ചെയ്യുക. പ്രത്യേക ഒരു വഹാബിസത്തിന്റെ കോലാണല്ലോ കാണുന്നത്. ഇത്രയൊരു അതപ്പതിച്ച ആശയം നിങ്ങൾ ആലോചിക്ക്. നിങ്ങൾ ഇതെന്റെ അഹങ്കാരാണ് വിചാരിക്കുന്നത് കേട്ടോ. സുഹൃത്തുക്കൾ, ദയവീതനോട് ക്ഷമിക്കണം, എന്റെ ശ്രോതാക്കളിൽ ക്ഷമിക്കണം. ഇത് അഹങ്കാരാണ് വിചാരിക്കരുത്, ആവേശാണ്. ഫിത്ന മുഹഖഖായാൽ തടയണം അബ്ദുള്ള പറഞ്ഞു. അത് അബ്ദുള്ളക്ക് നിഷേധിക്കാൻ വയ്യ. ഫിത്ന മുഹഖഖാണോ ആണ് എന്ന് ആയിഷ ബീവിയും പറയുന്നു. ഇനിയിപ്പോ എന്താ വേണ്ടി? തടയന്ന്. എന്താ വേണ്ടി? തടയന്ന്. അതുകൊണ്ട് തടയാനുള്ള അതിന്റെ അപ്പുറത്തേക്കും ചിന്തിക്കുക വേണ്ട ആൾക്കെടുക്ക്. ഉസ്താദെ, അന്ന് ഫിത്ന മുഹഖഖായിരുന്നത് എങ്ങനെയായിരുന്നു? ഫിത്ന മുഹഖഖായിട്ടില്ല. അത് ആയിഷ ബീവിന്റെ ഒരു അഭിപ്രായം പറഞ്ഞതാണ്. അങ്ങനെയായിരുന്നെങ്കിൽ ഇങ്ങനെയായിരുന്നു എന്നൊരു അഭിപ്രായം പറഞ്ഞതാണ്. അല്ലാതെ ഫിത്ന അത് ആയിഷ ബീവിന്റെ അഭിപ്രായമാണ്. ഇത് അബ്ദുള്ള വർക്കാങ്ങളുടെ അഭിപ്രായമാണ്. ഞങ്ങൾക്ക് നല്ലൊരു ആയിഷ ബീവിനെ പിൻപറ്റില്ല. അബ്ദുള്ള വഹാബികളെ കേട്ടില്ലയോ നിങ്ങള്? അത് ആയിഷ ബീവിന്റെ അഭിപ്രായമാണ്. ചവറ്റുകട്ടയിലേക്ക് വലിച്ചെറിയുമ്പോൾ ഇതല്ലേ കോലം? അല്ലേ? ഈ അടക്കാങ്ങളുടെ അഭിപ്രായം എടുക്കാം. ആയിഷ ബീവിന്റെ അഭിപ്രായം തന്നിട്ട് ഈ ഫിത്ന മുഹഖഖായിട്ടില്ല വടക്കാങ്ങര പറയും. ഈ ആയി സ്വീകരിച്ചാൽ ആയി സ്വീകരിക്കാൻ കിട്ടിയവരും മക്കളും വരും. അല്ലാണ്ട് ലോക മുസ്ലിങ്ങളെ കിട്ടിയവരും നിങ്ങൾ പറയണം. ആയിഷ ബീവിന്റെ അഭിപ്രായം മാത്രമാണ്. ആയിഷ ബീവിന്റെ അഭിപ്രായം പറഞ്ഞാൽ പറ്റൂല. മൂപ്പർക്ക് ആയിഷ ബീവിന്റെ അഭിപ്രായം പറഞ്ഞാൽ പറ്റൂല. ഇനി ആരാ പറയുന്നത്? അതിലവർക്കങ്ങനെ പറയും. ദീനിന്റെ കാര്യം അതിലവർക്കങ്ങനെ അഭിപ്രായം സ്വീകരിച്ചോണം. എന്താണ് എന്റെ അബ്ദുള്ള? അത് പഠിക്കൂടത് മോശമല്ലേ? അതപ്പതിക്കാൻ നിങ്ങൾക്ക് അവകാശമുള്ള വിഷയമാണ്. അതപ്പതിക്കാൻ സ്വന്തത്തിൽ അതപ്പതിക്കുന്നതിൽ യാതൊരു കാര്യം കേടില്ല. അതൊക്കെ അവനാന്റെ കാര്യം. പക്ഷെ അതപ്പതിച്ചൂടല്ലേ? അത് പറയാന് മാഷാ അല്ലാഹ്. ഇത്രത്തോളം അബ്ദുള്ളന്റെ വാനം പോലും ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല കേട്ടാ. അതിൽ ഇത്രത്തോളം താഴേക്ക് എത്തുന്നുള്ളു. അല്ലാണ്ട് തൗഫീഖോട് കൂടി ഇതുവരെയും കാണാൻ നമുക്ക് എസ്ഡിക്ക് ഭാഗ്യമുണ്ടായി. മാഷാ അല്ലാഹ്. ഇനി അബ്ദുള്ള ഈ പോയെന്ന് വെച്ച് എന്നെ ചർച്ച ചെയ്യണം. ഇവിടുന്ന് തന്നെ ചർച്ച ചെയ്യണം. എന്താ ചർച്ച? അബ്ദുള്ള വർക്കാങ്ങനെ പറയുന്നു ഫിത്ന മുഹഖഖായാൽ തടയണം. ഫിത്ന മുഹഖഖായി ആയിഷ ബീവിയും പറയുന്നു തടയണം. ഇതെങ്ങനെ അറിയുള്ളൂ? ഇതിന്റെ അപ്പുറത്തേക്ക് പോകേണ്ട ആവശ്യമുണ്ട്. തടയണം. ആ കാലഘട്ടത്തിലേക്കാണ്. എന്നിട്ട് ഞാൻ ഇബ്നു തൈമിയ്യ വെറുതെ കൊണ്ടതല്ല. ഇബ്നു തൈമിയ്യ പറയുന്നു ആ കാലഘട്ടത്തിലെ ഫിത്ന മുഹഖഖായി പോയി. പിന്നെ ഇക്കാലഘട്ടത്തിലോ 13 നൂറ്റാണ്ട് കഴിഞ്ഞില്ലേ ഇവിടെ? എന്തായാലും ആഹൃതമായ ചപ്പ് ചാണ്ടി ചവറാണ് നമ്മൾ. അതുകൊണ്ട് പറഞ്ഞേ പറ്റൂ. ഇബ്നു തൈമിയ്യ മൂപ്പർക്കും തരുന്നില്ല. ഇനിയിപ്പോ നമുക്ക് സ്വീകരിക്കാൻ അബ്ദുള്ള നദ്വി വടക്കാങ്ങര ഷേഖ് അബ്ദുള്ള നദ്വി വടക്കാങ്ങര മൂപ്പര കൗല് റാജിയാക്കണം. പിന്നെ ഈ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ കൗല് മർജൂഹ് സാഖിതത്തൻ. അങ്ങനല്ലേ അബ്ദുള്ള? മർജൂഹും സാഖിതത്താണ്. അതുപോലെ തന്നെ സാലിഹ് തൈമിയുടെ കൗല് എല്ലാം ചവിച്ചു വിട്ടേക്ക്. കൗലും റാജി ആരുടാണ്? അബ്ദുള്ള വടക്കാങ്ങര ഷേഖ്. ഇതൊക്കെ സ്വീകരിക്കാൻ ഞാൻ നേരത്തെ പറഞ്ഞ ആൾക്കാരെ കിട്ടില്ല. അബ്ദുള്ള കാലത്ത് വെളിവുള്ള ഇങ്ങനെ പരിപാടി കേൾക്കൂല. ഞാൻ മയക്കുവിടാണ്. അതുള്ള പറയണം. ഒന്നും കൂടെ ആവർത്തിക്കാൻ ഇതിനു വേണ്ടി ഒന്നും കൂടി ഞാൻ മയക്കുന്നു. ടൈം ഓവറാണ്. ഈ 2:50 കഴിഞ്ഞിരിക്കുന്നു. ശരിക്കും ശ്രദ്ധിക്കുക. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ നിന്ന്
ആയിഷ ബീവിയുടെ കാലഘട്ടം എത്തുമ്പോഴേക്ക് തന്നെ സ്ത്രീകൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഫിത്നയിൽ അകപ്പെട്ടു പോയിട്ടുണ്ട്. അത് ആയിഷ ബീവി പറയുന്നു, ആ കാലഘട്ടത്തിൽ തന്നെ ഫിത്ന മുഹഖഖായിപ്പോയി. അതുകൊണ്ട് റസൂലുള്ള ആ കാലഘട്ടത്തിലെല്ലാം ഈ ഫിത്ന കണ്ടിരുന്നുവെങ്കിൽ തടയുമായിരുന്നു. ആ തടയപ്പെടാൻ കാരണമായ ഫിത്ന കാലഘട്ടത്തിൽ തന്നെ ഉണ്ടായി. നിങ്ങൾ പറയുന്നു ഫിത്ന മുഹഖഖായാൽ തടയൽ നിർബന്ധമാണ്. ആ കാലഘട്ടത്തിൽ തന്നെ ഫിത്ന ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഈ കാലഘട്ടത്തിൽ ഭിന്നത ഉണ്ടായേ പറ്റൂ, അതുകൊണ്ട് തടഞ്ഞേ മതിയാകൂ. ഇതാണ് മസ്അല. നമ്മൾ കേട്ടു. ഇതിന് നിങ്ങൾക്ക് പറയണമെങ്കിൽ നിങ്ങളെ സമ്പഭിപ്രായമായിരിക്കണം. ഇമാമിങ്ങളൊന്നും കിട്ടൂല നിങ്ങൾക്ക് വെറുതെ. ഞാൻ കേട്ടു. ഹലോ ഉസ്താദ്, തഹരീർ ഇതാ അടിച്ചിരിക്കുന്നു. ഫസ്തമറൽ ഹുക്മു, അങ്ങനെ ഇബ്നു റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ തടയരുത് എന്ന് പറഞ്ഞ ഹുക്മ എന്തായി? സ്ഥിരമായി അങ്ങനെ ആയിഷ ബീവിയും മൻഅ കൊണ്ട് തസ്രീഹാക്കിയില്ല. വഇൻ കാന കലാമഹ യുശ്ഇറു ബിഅന്നഹ കാനത് തറൽ മൻഅനെ പിന്നെ അവര് അതല്ലേ വിഭാഗത്തിലുള്ള കടന്നു നോക്കി എന്തോരം മനുഷ്യരുടെ ഭാഗത്ത് ഇങ്ങനെയല്ലേ ഞാൻ പറഞ്ഞു. ഒരു മിനിറ്റ്, ആരും എടുക്കല് വിഭാഗത്തിലുള്ള കാലത്തിൽ നോക്കി അബ്ദുള്ള പറഞ്ഞാല് അർത്ഥം നോക്കി അങ്ങനെ വായിക്കെടുത്തിട്ട് അർത്ഥം നോക്കി ആ വിഭാഗത്തിന്റെ അർത്ഥം അബ്ദുള്ള നോക്കിക്കും. നിങ്ങളൊക്കെ ആനപ്പെടൽ വരാൻ കഴിയുക. നിങ്ങളെന്താ വിചാരിച്ച് കിതാബ് കാണാതെ അയാൾ കൊടുത്തിരിക്കുന്നില്ല. അത് ശരി, പിന്നെ അങ്ങ് ഓതാതെ ഇവിടത്തേക്ക് വന്നില്ല. അബ്ദുള്ള വായിക്കെടുത്തിട്ട് ഒന്നും കൂടെ ഒന്ന് വായിക്കെടുത്തിട്ട് പറയും. ഹലോ ഉസ്താദ്, വായിക്കട്ടെ. എന്ന് പറഞ്ഞിട്ട് വായുബാൻ വീണ്ടും ഫഖദ് അലിമ അല്ലാഹു സുബ്ഹാനഹു വ തആല, അല്ലാഹു സുബ്ഹാനഹു വ തആല അറിഞ്ഞിരിക്കുന്നു എന്ത്? മാ സയുഹ്ദിസ്ന, അവർ പുതുതാക്കി ഉണ്ടാക്കുന്ന കാര്യങ്ങൾ അല്ലാഹുക്ക് അറിയാം, മുൻകൂട്ടി അറിയാം. ഫമാ എങ്ങനെ കണ്ടില്ല. ഒറ്റ ഞാനേ ഒരു മിനിറ്റ്, നല്ല രസമുണ്ട്, നല്ല രസമുള്ള വാർത്ത ഇതായിരുന്നു. ഒറ്റ മിനിറ്റ്, ഒരു മിനിറ്റ് ഇങ്ങനെ വേറ്റി. ഇതൊക്കെ ഞങ്ങള് നന്നായിട്ട് പഠിപ്പിച്ചിരുന്ന വാർത്ത അല്ലാഹു തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അബ്ദുള്ള, നിങ്ങൾ എന്താ പറയുന്നത്? നിങ്ങൾ ആദ്യം തന്നെ വായിക്കി ഫസ്റ്റ് വെക്കുമോ? അവിടെ തന്നെ വായിക്കി അർത്ഥം വെക്ക്. അർത്ഥം അവിടെ തന്നെ വെക്ക്. നിങ്ങൾ അവിടുന്ന് തന്നെ വെക്കണം അർത്ഥം. നിങ്ങൾ അങ്ങനെ വിടില്ല, ഇനി അവിടത്തേക്ക് വിടില്ല. അതുകൊണ്ട് ഫസ്റ്റ് വെക്കുമോ ആയിഷത്ത അവിടെ മുതൽ വായിക്കി. നമുക്ക് ഞാൻ വായിച്ചല്ല ആ ഭാഗം. ഫസ്തമറൽ ഹുക്മ ഹത്താ അന്ന ആയിഷത ലം തുസരിഹ് ബിൽ മൻഇ വഇൻ കാന കലാമഹ യുശ്ഇറു ബിഅന്നഹ കാനത് തറൽ മൻഅ. സ്ത്രീകളെ വിലങ്ങണം എന്ന് അതിനെ ഞാൻ മൈക്ക് കേട്ടിരുന്നു. ഇങ്ങനെ ജനങ്ങൾ പഠിക്കട്ടെ, വിഭാഗത്തിൽ ജനങ്ങൾ പഠിക്കട്ടെ. അങ്ങനെ അവിടുന്ന് അയലൊക്കെ കിട്ടുന്നില്ലേ? അതിലേക്ക് അർത്ഥം കിട്ടുന്നില്ല. ഇത് ആരോ എഴുതി കൊടുത്താൽ എഴുതിയാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫുളിനകത്ത് എഴുതി കൊടുത്താൻ വേണ്ടി അതിലേക്ക് അർത്ഥം കിട്ടുന്നില്ല. അതില്ല, ആൺകുട്ടികളെ പോലെ ആ വിഭാഗത്തിന് വ്യക്തമായിട്ട് അർത്ഥം നഫിലേക്ക് ഇങ്ങനെ കൊണ്ട് ഒപ്പിച്ചിട്ടേ വരുന്നു. അത് ശരി, വായിക്കെടുക്കുക. ഫസ്തമറൽ ഹുക്മു, അങ്ങനെ ഹുക്മ് സ്ഥിരമായി ഏതുവരെ? ആയിഷ ബീവി, തീർച്ചയായും ആയിഷ ബീവി ലം തുസരിഹ്, ആയിഷ ബീവി വെളിവാക്കിയില്ല, വ്യക്തമാക്കിയില്ല. ബിൽ മൻഇ, വിലങ്ങൽ കൊണ്ട് വ്യക്തമാക്കിയില്ല എന്ന് പറഞ്ഞാൽ വിലങ്ങാം എന്നുള്ളതിന് പിന്നെ വ്യക്തമാക്കിയില്ല. വിലങ്ങ
അതുപോലെയുണ്ട് അതുപോലെ വഹിക്കുന്നുണ്ട് അത് മൂപ്പരോട് വെക്കും എനിക്കറിയാം അതുപോലെ കേൾക്കുന്നുണ്ടോ എല്ലാവർക്കും ഞാൻ കിട്ടുന്നുണ്ട് ഞാൻ ചെറിയ അതിന്റെ ആലയിൽ എനിക്ക് കിട്ടുന്നുണ്ട് വെച്ചു അവിടെയാണ് മൂപ്പര് പേടുന്നത് അബ്ദുള്ള ഒന്ന് വയസ്സെങ്കിൽ അബ്ദുള്ള എവിടെ അതൊക്കെ എന്റെ കയ്യിൽ നിന്ന് മൈക്ക് പോയെന്നും പറയും കാരണം നമ്മുടെ കയ്യിന്റെ വഴി അറിയില്ലല്ലോ അവിടെ മൂപ്പര് കട്ട് ചെയ്തു ഞാൻ വെണ്ണ എടുക്കുന്ന അബ്ദുള്ള അതിന്റെ അർത്ഥം എന്ന് പറയാറുണ്ട് അത് ശരി വെണ്ണ എടുക്കുന്നങ്ങളെയാ എന്നാലേ തൽക്കാലം മക്കളെ ഇതൊക്കെ ഞങ്ങൾ കുറെ കണ്ടതാണ് ഈ ഭാരത്തൊക്കെ ഇങ്ങനെ ആൾക്കാരെ പറ്റിക്കാനല്ലാതെ ഈ ഭാരത്ത് ആൺകുട്ടികളെടുത്ത് മുന്നിൽ വന്നിട്ട് പറയും അപ്പൊ കാണാം ഞാൻ ബാക്കി എല്ലാ വിഷയവും വിട്ടിട്ട് ഈ ഭാരത്തിനൊക്കെ ഇങ്ങോട്ട് കൂടിയെന്ന് അറിയോ കാരണം മുജാഹിദീനൊക്കെ ഈ ഭാരത്തറിയില്ല മുജാഹിദീനൊക്കെ ഈ ഭാരത്തറിയില്ല ഇതാണ് സത്യം ഈ വാർത്തം വെക്കാൻ അറിയില്ല അതെ കുറച്ചു പിന്നീട് വരും ഇനി വിടുന്നാണ് പിന്നും പോകും എന്താ അവസ്ഥ നമുക്ക് വെയിറ്റ് ചെയ്യാം നമുക്ക് വെയിറ്റ് ചെയ്യാം അല്ലാതെ അനുഗ്രഹിക്കട്ടെ വൈകാന കാമില അവർ നിങ്ങോട്ട് മൂപ്പര് വായിച്ച് ചാത്താൻ വെക്കണം ഞാൻ വെയിറ്റ് ചെയ്യണം മൂപ്പര് വരുന്നവരെ കുറച്ചു നേരം വെയിറ്റ് ചെയ്താലും മതിയില്ല അല്ല നമ്മളെ റോഡ് നോക്കിയിരുന്നാല് ബോംസോ അൺബോംസൊക്കെ ചെയ്യണമെങ്കിലും ചെയ്തിട്ട് നമുക്ക് പരിചയമില്ലാത്തൊരു പരിപാടിയാണ് അബ്ദുള്ളയുടെ ബോംസും അൺബോംസും ഒക്കെ ഒന്ന് ചെയ്യണമെങ്കിൽ ചെയ്തു വെച്ചേക്കും കാരണം നിങ്ങൾക്ക് റൂമിൽ കയറുന്നതും തടസ്സമൊന്നും ഉണ്ടാവരുത് നമുക്ക് കിട്ടണം ഇന്നത്തെ വഹാബി പേപ്പോളങ്ങളെ നിങ്ങളല്ലേ ആമാശയത്തിന് വേണ്ടി ഇവിടുന്ന് എന്ത് ചെയ്തത് അവര് സുന്നാവൽ ജമാഅത്തിൽ നിന്ന് നിങ്ങൾ ആമാശയത്തിന് വേണ്ടി നിങ്ങൾ പോയതല്ലേ ആശയം മറപ്പെടുത്തിയല്ലേ നിങ്ങൾക്ക് ഒരു ചുക്കും അറിയുള്ളൂ നിങ്ങൾക്ക് ഒരിക്കലും അറിയില്ല വെല്ലുവിളിക്കുന്നു അത് ശരി ഇത് ശരിക്കും ഞങ്ങളെ പേര് കളിച്ചിട്ട് കുത്തിരിക്കണേ അർത്ഥത്തിലെല്ലാം വിടുന്ന പോലെ അവിടെയാണ് പ്രശ്നം ഈ ഇതിലൊരു കുഴപ്പമുണ്ട് ഇതിലൊരു കുഴപ്പമുണ്ട് അക്കാര്യത്തിൽ ഞാനിപ്പോ പറഞ്ഞില്ല മുജാഹിദീങ്ങൾ വന്നിട്ട് എന്റെ വളരെ ചാടട്ടെ ഈ ഇതൊരു മനുണ്ട് ആദ്യം എടുക്കാൻ പറ്റാത്തൊരു മന് ഈ ഉണ്ട് എന്താ എന്ന് ഇൻഷാല്ല ആൺകുട്ടികളെ പോലെ വഹാബികൾ കേട്ട് അപ്പൊ നമുക്ക് ആ വഹാബിയക്ക് മത്സരത്തിലുള്ള ആമൻ എന്താണെന്ന് തിരിയും നാളെ തൽക്കാലം ഇന്നത്തെ പരിപാടികൾ നിൽക്കട്ടില്ലേ നാളെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഓർമ്മിപ്പിച്ചേരണം വസ്ത്രമുള്ള ഇത് ഒന്നാരെങ്കിലും പിന്നെ കോപ്പി ചെയ്ത് സേവ് ചെയ്ത് വെക്കുക അതിന് വന്നാൽ വസ്ത്രമുള്ളവർക്ക് മാറ്റാവുന്ന ആവശ്യക്ക അവിടെ മുതൽ അർത്ഥം എത്തിക്കും ഓക്കെ എന്നാ പിന്നെ നമ്മൾ പൈതൃക പുസ്തകത്തെ വന്നിട്ട് അള്ളാഹുത്താല അനുഭവിക്കട്ടെ നമ്മുടെ ഉസ്താദുമാർക്കെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല ദീർഘായുസ്സ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ഉസ്താദ് എന്റെ പിന്നെ ലാപ്ടോപ്പിന്റെ ബാറ്ററി വളരെ വീക്കാണ്, അതുകൊണ്ടാണ് പെട്ടെന്നിൽ അത് ഓഫാണ്, ലാപ്ടോപ്പ് ഓഫ് ആവുകയാണ്. അപ്പോ ഇടയ്ക്ക് DC ആയി പോവുകയാണ്, സംസാരം മുറിഞ്ഞു പോവുകയാണ്. ഞാനാ പറയല്ലേ ലാപ്ടോപ്പിന്റെ ബാറ്ററി വീക്കായ പിന്നെ അതെങ്ങനെ തുറക്കല്? അപ്പൊ നിങ്ങൾക്ക് കുത്തിയിട്ടൂടെ അവിടെ കുത്തിയിട്ടിട്ട് ചെയ്യാലോ. എനിക്ക് ലാപ്ടോപ്പിന് ബാറ്ററി ഒന്നും ഇല്ല, അത് വേണ്ടി കുത്തിയ ഇതോട് സംസാരിക്കണമെങ്കിൽ ലാപ്ടോപ്പിന് ബാറ്ററി ഒന്നും ഇല്ല, ഇതിന്റെ ബാറ്ററി ഇല്ല. ഞാനിത് കുത്തിയിട്ട് വേണ്ട കളിക്കുന്നത്. എന്തെങ്കിലും മണ്ടത്തരം പറയുന്നേ ഏതായാലും പറയാം. അല്ല എന്റെ ബാറ്ററി കാലങ്ങൾക്ക് മുമ്പേ അടിച്ചു പോയതാ. അപ്പൊ ഇൻഷാ അല്ലാ ഇപ്പൊ എനിക്ക് തോന്നുന്നു അബ്ദുല്ലാന്റെ ബാറ്ററി അതായത് ലാപ്ടോപ്പിന്റെ ബാറ്ററി അല്ല. നിങ്ങളാ ലാൻഡ് ശരീരത്തിൽ ഇതിന്റെ അർത്ഥം ഇങ്ങോട്ട് പറയും. നിങ്ങളെ ബാറ്ററി ആയാലും മതില്ല, ലാപ്ടോപ്പിന്റെ ബാറ്ററി ആയാലും മതില്ല. ലാൻഡ് ശരീരത്തിൽ ഈ അർത്ഥം മാത്രം പോരാ, അടുത്ത ചോദ്യം കൂടി നേരിടാൻ തയ്യാറായിട്ട് അർത്ഥം പറയും. മൈക്കെടുക്കി. ഹലോ ഉസ്താദെ, ചാർജ് ആയിക്കൊണ്ടിരിക്കുകയാണ്, പക്ഷെ സംസാരിക്കുമ്പോൾ വീണ്ടും ചാർജ് ഇങ്ങനെ യൂസ് ചെയ്യുന്നതുകൊണ്ട് ചാർജ് കയറിയില്ല ചെയ്യുക, പിന്നെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ചെയ്യുക. എന്നാലും ഞാൻ സംസാരിക്കുകയാണ്. ഏതായാലും പിന്നെ DC ആവുന്നതുവരെ സംസാരിക്കാലോ. ഫസ്തമർ അൽ ഹുക്മു, ആ ഹുക്മ് സ്ഥിരമായി. ഏതാണ് ഹുക്മ്? ലാ തംനഉ എന്ന നഹിയിന്റെ ഹുക്മ്, നിങ്ങൾ വിലങ്ങരുത് എന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലേ, സ്ത്രീകളെ പള്ളിയെ തൊട്ട് വിലങ്ങരുത് എന്നുള്ള ഹുക്മ്
സ്ഥിരമായി ആയിഷ ബീവി ലം ബിൽ മൻഇ, തീർച്ചയായും അന്നയുടെ അർത്ഥം കൂടി വെക്കാം, ഹത്ത വരെ, ഏതുവരെ, അന്ന ആയിഷത്ത, തീർച്ചയായും ആയിഷ ബീവി, ലം തുസർരിഹ്, ആയിഷ ബീവി അവർ വിലങ്ങിയില്ല, വ്യക്തമാക്കിയില്ല, ബിൽ മൻഇ, വിലങ്ങൽ കൊണ്ട് വ്യക്തമാക്കിയില്ല എന്ന് പറഞ്ഞാൽ പിന്നെ ലാ തംനഉ, വിലങ്ങരുത് എന്നല്ലേ റസൂൽ പറഞ്ഞു. അപ്പൊ അതിനെതിരെ വിലങ്ങൽ കൊണ്ട് വിലങ്ങാം എന്നുള്ള കാര്യം വ്യക്തമാക്കിയില്ല. എന്ത് റസൂലിനെതിരെ ലാ തംനഉ എന്ന റസൂൽ പറഞ്ഞു. അപ്പൊ വിലങ്ങാം എന്ന് തരം പിടിക്കാനല്ലേ ഞാൻ ഈ കഷ്ടപ്പെട്ടത് ഇത്രയും നേരം. അങ്ങനിപ്പോ പറഞ്ഞ അർത്ഥം എന്താ അറിയോ, പഠിച്ചു വെച്ചോ, ഞാൻ പറഞ്ഞുതരാം. ഇങ്ങനത്തെ ഞാൻ എന്നാണ് അതിന്റെ അർത്ഥം അങ്ങനെ പറയാം. ബിൽമൻഇന്റെ അർത്ഥം പറ, ലം തുസർരിഹ് ബിമൻഇൻ എന്നാണ് നിങ്ങൾ അർത്ഥം പറഞ്ഞത്. വിലങ്ങൾ കൊണ്ട് വ്യക്തമാക്കിയില്ല, ബിമൻഇൻ എന്ന്. ബിൽമൻഇ ഒരു അലിഫ്ലാമുണ്ടാവില്ലേ, ആർപ്പം ഇങ്ങോട്ട് പറയും, നിങ്ങളെ കൂട്ടും ഞാൻ കൂട്ടിയിട്ട് സാറിനെ ആഫീസ് കൂട്ടിയിട്ട് വഹാബികളെ അലിഫ്ലാമിന്റെ അർത്ഥം പഠിപ്പിച്ചിട്ട് ഞാൻ വിട്ടുതരാം. നിങ്ങളെന്താ വിചാരിച്ചു ഈ ലോഫിലൊക്കെ അലിഫ്ലാമൊക്കെ മഹാന്മാര് വെറുതെ കൊണ്ടുവരിക? ഇതാണ് നിങ്ങൾ അത് കർണാടക അലിഫ്ലാമ് എക്സ്ട്രാ ഇവിടാണോ അല്ല, അങ്ങനെയല്ല. അലിഫ്ലാമിന് ഒരു അർത്ഥമുണ്ട്, വെക്ക് ശരിക്കും കൂട്ടിത്തരങ്ങള. എന്താപ്പ അവിടെ അലിഫ്ലാമുള്ള? ബിമൻഇൻ എന്ന് പറയുമ്പോ നെക്കിറ, ബിൽമൻഇ എന്ന് പറയുമ്പോ പിന്നെ മാരിഫയായി. അപ്പൊ മിൽ മൻഇ, ഏത് മൻഇ? ബിമൻഇ എന്ന് പറഞ്ഞാൽ ഒരു മണ്ണ് കൊണ്ടും എന്ന് നെക്കിറയാണ്. ബിൽ മൻഇ എന്ന് പറഞ്ഞാൽ ഈ പള്ളി പോകുന്ന ഈ വിഷയത്തിലുള്ള മണ്ണ്, ഈ പള്ളി പോകുന്ന വിഷയത്തിലുള്ള, സ്ത്രീകൾ പള്ളിയിൽ പോകുന്ന വിഷയത്തിലുള്ള ഞാൻ ചിരിച്ചിട്ട് പോകട്ടെ. ഞാനിപ്പോ തരാണ് മൂത്തൊരാകെ കണ്ടൊരു അലിഫ്ലാമ് മാരിഫാക്ക. മൂത്തൊരു ലോകത്ത് ഒരു അലിഫ്ലാമ് കണ്ടിട്ടുണ്ട്, അത് മാരിഫാക്ക. അല്ലെങ്കിൽ അലിഫ്ലാമ് കൊടുത്താ അത് മാരിഫാക്കും. ഇന്നാതൊരു പൊട്ടത്തരനും പറയില്ല. അപ്പോൾ നിങ്ങളും എഴുതിയാന്ന് നിങ്ങളെ ഓർമ്മയ്ക്ക് ഇതൊക്കെ നിങ്ങൾ ആരോടാ പറയുന്നത്? നമ്മളെ മറ്റുള്ള ആൾക്കാർ വരട്ടെ, ഈ പാവങ്ങള് ചെറിയ പീക്കർ കുട്ടികളുടെ അറ്റുകൾ പറയുന്ന വർത്താനങ്ങൾ പറഞ്ഞു. ബീമൻ എന്നുള്ള അലിഫ്ലാമ് അതെന്തിനാണ്? അത് മാരിഫാത്ത്. എന്താ ഈ പള്ളിയിൽ പോവുകയാണ്? അതാണ് ഞാൻ ആരാങ്ങളോട് പറഞ്ഞത്. അത് മാരിഫാന്റെ അല്ല, തരീഫിന്റെ അല്ല. പഠിപ്പിച്ചു തരാം, മൈക്കെടുക്ക്. ഉസ്താദ് ആ ഇബാറത്ത് അടിച്ച തഹരീർ എനിക്ക് അനുകൂലാണ്. അയാൾ പറഞ്ഞ് അയാൾ പിഎം ചെയ്ത് നീ പറഞ്ഞതാണ്, നിങ്ങൾ പറഞ്ഞാണ് ശരി, മറ്റേ ഉരുളുകയാണ്, പയ്യോളി ഉരുളുകയാണ് എന്ന് മൂപ്പിച്ചാലോ? എന്ത് ഇജ്ജ് പറഞ്ഞ മൂപ്പറിന് കണ്ടിട്ടില്ല. തഹരീർ ഇജ്ജ് പറഞ്ഞെടുത്താ ശരിയെന്ന് മൂപ്പരെ മൂപ്പിച്ചെടുക്കണ്ടല്ലോ. ആയിക്കോട്ടെ, ആ ബിൽമൻഇന്റെ അർത്ഥം കൊണ്ട് പറയും, ബാക്കിയെല്ലാം പിന്നെ നമുക്ക് ഇങ്ങനത്തെ അനുകൂലമായിക്കോട്ടെ. നിങ്ങൾ ജയിച്ചോളേ. ഈ പയ്യോടിന്റെ ഈ അഹങ്കാരം ഉണ്ടല്ലോ, ഇതെന്നോട് കൂട്ടിക്കളെ. ഞാൻ പറഞ്ഞല്ലോ, ചങ്ങായിമാരെ കിതാബുകൾ നന്നായിട്ട് ഓടിയിട്ടുണ്ട്, ഇത്തിരി അഹങ്കാരമുണ്ട്, നന്നായിട്ട് ഓടിയിട്ടുണ്ട്. വാക്കൻ ഹാൻഡിൽ ചെയ്ത് പഠിപ്പിച്ചു തരും. അതുകൊണ്ടാ ചോദിക്കുന്നത് എന്താ ബിൽമൻഇന്റെ അർത്ഥം? ആ അൽമൻഇ അലിഫ്ലാമിന്റെ മാന എന്ത് പറയും മൈക്കെടുത്തിട്ട്. ബിൽ മൻഇ എന്ന് പറഞ്ഞ് ഞാൻ മനസ്സിലാക്കിയത്, എന്റെ അറിവ്, ചെറിയ അറിവ് കൊണ്ട്, പയ്യോളിയുടെ അത്ര അറിവൊന്നും എനിക്കില്ല. അപ്പൊ നീ പയ്യോളി വ്യക്തമാക്കി തരണം, പയ്യോളി ഒളിച്ചോടരുത്. പയ്യോളി ഇങ്ങനെങ്ങളുടെ പിന്നെ അവസ്ഥ ഇതുവരെ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. നിങ്ങൾ പറയും, പിന്നെ എനിക്കെതിരെ പറയും, പക്ഷെ അതെന്താണ് സത്യമെന്ന് നിങ്ങൾ വിളിച്ചു പറയില്ല. പറഞ്ഞു കൊടുക്കേണ്ട ആൾക്കാർക്കല്ലേ പറഞ്ഞു കൊടുക്കണ്ടേ? നിങ്ങൾക്കൊക്കെ ഇതൊന്നും പഠിക്കാണ്ട് എന്തിനാന്ന് പോയത് സാമ്പത്തികം കണ്ടിട്ടാ.
എന്നാ പഠിച്ചിട്ട് പോണ്ടേ? ഇത് പോകുന്നതിന് മുമ്പ് ഏതെങ്കിലും ഒരു മൊയിലാരോട് ചോദിച്ചോളോ? ഞാൻ പോകുന്നതിന് മുമ്പ് ഏതെങ്കിലും ഒരു അട്ടാരത്തുള്ള മൊയിലാരടുത്തേക്ക് പോയിട്ട് എനിക്ക് ഇങ്ങനെയൊക്കെ പ്രശ്നമുണ്ട്, അതൊന്ന് തീരുമാനമാക്കിയിട്ട് പോയിക്കൂടെയോ? അന്ന് കെട്ടിച്ചാടി വീണയല്ലേ, എന്നിട്ട് അവിടെ കുത്തുന്നു കക്കൂസ് കുത്തുന്നു കണ്ട് ചോദിക്കാം ഇപ്പോ ഇല്ലേ? പഠിക്കണല്ലോ, ഇപ്പൊ പഠിപ്പിച്ചു കൊടുക്കണല്ലോ, പഠിപ്പിച്ചു തരാ, എല്ലാം പഠിപ്പിച്ചിട്ട എല്ലാ നദിമാരെയും എല്ലാ ചടവിമാരെയും കൂടി പഠിപ്പിച്ചു തരാം. മൈക്കെടുത്തിട്ട് നിങ്ങൾ മനസ്സിലാക്കി എല്ലാം ഉണ്ട്. ആ ഇബാറത്തിന്റെ അർത്ഥം എന്താ അതിങ്ങോട്ട് പറയും. നിങ്ങൾ അങ്ങനെ വലുതും മനസ്സിലാക്കും. ഒരാള് വടകര അല്ലെങ്കിൽ പയ്യോളി, അത് പിന്നെ കോഴിക്കോടിന് തെക്കോട്ടാണ് മനസ്സിലാക്കിയപ്പോ നമ്മളെന്താ ചെയ്യുക? അങ്ങനെ ഒരുപാട് ആൾക്കാർ പലതും മനസ്സിലാക്കലുണ്ട്. ആ മനസ്സിലാക്കുന്നില്ല ഇവിടെ യാഥാർത്ഥ്യം എന്താണ് മൈക്കെടുക്ക്. ഹലോ, പലരും പറയുന്നുണ്ട് പയ്യോളി ഉസ്താദ് അർത്ഥം പറയട്ടെ. അതിന്റെ അർത്ഥം എന്താണ് പയ്യോളി ഉസ്താദ് വിവരിക്കൂ, അതിന്റെ ശേഷം ഞാൻ പറയാം. എനിക്ക് അതിനെ കുറിച്ചുള്ള അർത്ഥം പറയാനുള്ളത് കഴിഞ്ഞു. ഇനി അപ്പുറമുള്ളതിന്റെ അർത്ഥമാണ് എനിക്ക് പറയാനുള്ളത്. അതിൽ വ്യക്തമാണ്, അപ്പുറമുള്ളതിന് ഇതിലും വ്യക്തമാണ്, പകല് പോലെ വ്യക്തമാണ്. അത് നിങ്ങൾക്ക് എതിരാണ്. അത് പിന്നെ പള്ളിയിൽ പോകാം എന്നതിന് തന്നെയാണ് ഐഷാബി പിന്നെ ഇതില് പിന്നെ ഫത്തുൽ ബാരിയിൽ പറഞ്ഞിട്ടുള്ളത്. ഫത്തുൽ ബാരി അല്ല ഉദ്ദേശിച്ചത്, ഫത്തുൽ ബാരി ആണെങ്കിൽ ഫത്തുൽ ബാരി. ആ ഇബാറത്തിൽ പറഞ്ഞിട്ടുള്ളത് പോകാം, ഞങ്ങൾക്ക് അനുകൂലമാണ്, വഹാബികൾക്ക് അനുകൂലമാണത് ശരിക്ക് കേട്ടോ. നിങ്ങൾക്ക് അനുകൂലമായി നിങ്ങൾ പറയൂ. മറ്റുള്ളവർ നിങ്ങളല്ല, വേറെ ആള് കിതാബോധി ഒരുപാട് ആളുകൾ ഇത് കേൾക്കുന്നുണ്ട്. പറയൂ, വ്യക്തമായി പറയൂ. അല്ലാതെ കണ്ണുരുട്ടി പിന്നെ അല്ലെങ്കിൽ കണ്ണടച്ച് പിന്നെ ഇട്ടാക്കേണ്ട ആവശ്യമില്ല. വ്യക്തമായി ഇങ്ങോട്ട് പറ. അല്ലല്ല, അപ്പൊ നിങ്ങൾക്കറിയില്ല ഉറപ്പായില്ലേ? നിങ്ങളിപ്പോ ഞാൻ നിൽമൻ എന്ന് പറഞ്ഞ ആ നിൽമൻ എന്റെ അർത്ഥം നിങ്ങൾക്ക് അറിയില്ല. എന്റെ മണ്ട കുഞ്ഞാക്കിയോ, ഇനി എങ്കിലും പഠിച്ചു വെച്ചോ. എല്ലായിടത്തും മാരിഫയാണ്. ഒരു അരിഫാമ വേണ്ട, മാരിഫ. ഒരു അരിഫാമ പറഞ്ഞ മാരിഫ. ഇങ്ങനെ പഠിക്കല്ലേ, ആദ്യം പഠിക്കുക. ഒരു ഇബാറത്ത് വന്നാലേ ഇതെന്തിനൊക്കെ സാധ്യതയുണ്ട്, ആദ്യം അങ്ങനെയാണ് ക്രിറ്റിസൈസ് ചെയ്യല്. മനസ്സിലായോ? ശരിക്കും ക്രിറ്റിസൈസ് ചെയ്യൽ എങ്ങനെയാണെന്ന് ചോദിച്ചാല്, ഒരു ഇബാറത്ത് 1 by 1 എനിക്ക് പഠിച്ചു വെച്ചോ. ഇവന്റെ അല്ലാണട്ടോ അതല്ല തിരിയല്ലോ, ഇവന്റെ അല്ലാന്ന്. അപ്പൊ ചോദിക്കും മുഅവ്വല് അന്ന് ഏതാണ്? ആ മുളാഫിനിലേക്ക് അവിടെ ഉണ്ട്. റസൂലില്ല എന്നാ, റസൂലില്ല തടഞ്ഞു എന്ന് വ്യക്തമാക്കിയിട്ടില്ല എന്നാ പറഞ്ഞത്. മനസ്സിലായോ? നബി തടഞ്ഞു എന്ന് വ്യക്തമാക്കി പറഞ്ഞിട്ടില്ല, അതാ പറഞ്ഞത്. മുളാഫിനിലേക്ക് അവിടെ കടന്നു പോയിട്ടുണ്ട്. മനസ്സിലായോ? ഈ ഭാരത്ത് പഠിക്കൂല, പഠിക്കാതെ കളകളകളാന്ന് പറയും. ഓക്കെ, ഇൻഷാ അല്ലാഹ്. ഇനി ബാക്കിയുള്ള വിഷയങ്ങൾ നമുക്ക് നാളെ ചർച്ച ചെയ്യാം. അല്ലാഹു തആല അനുഗ്രഹിക്കട്ടെ. സമയം ടൈം 2:30 മണിയായി പോയി. ഇൻഷാ അല്ലാഹ് ബാക്കിയുള്ള വിഷയങ്ങൾ നാളെ ചർച്ച ചെയ്താൽ പരിപാടി. അതിൽ ഇറക്കാവുന്നതാണ് നേരത്തെ തന്നെ പോയി. ഇപ്പൊ ഞാൻ അത് പഠിപ്പിച്ചു തന്നെന്ന് മാത്രം. അല്ല എന്തുള്ളതാണ്? ഇവനിന്റെ അല്ലാണ് മുഅവ്വല് അൻഹു, അതെന്താണ്? റസൂലില്ല എന്നാണ്. മനസ്സിലായോ? അല്ലാണ്ട് എല്ലാം ഇസ്ലാം മാരിഫാന്റെതാണ് പറഞ്ഞ് നടക്കണ്ടേ. നബിമാരൊന്നും ഇങ്ങനെ അധപ്പതിക്കാൻ പാടില്ല, മോശമാണ്. മറ്റുള്ള നബിമാർക്ക് മോശമല്ലേ. അപ്പൊ ഇൻഷാ അല്ലാഹ് ഇനി നമ്മളെ പൈതൃക പുസ്തകത്തെത്തിയോ? ഇഷ്ടമതിയിലെത്തിയിട്ടുണ്ട്. അപ്പൊ ഇൻഷാ അല്ലാഹ് അതിൽ ഓർക്കാൻ പറഞ്ഞ ആളെ നേരത്തെ വന്നോളൂ. ഈ ഇബാറത്ത് തന്നെ ചർച്ച ചെയ്ത് ഇതൊരു കോലത്തിൽ എത്തിച്ചതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം? അതിന് ബാക്കിയുണ്ടല്ലോ, വഇൻകാന കലാമുഹ. അവിടെ നിങ്ങോട്ട് നാളെ വായിച്ചിട്ട് അതിലുള്ള അർത്ഥം പറയും. ലഫലന്ത് ലഫൽ. അതിന്റെ മുമ്പ് ഒരു കാര്യമുണ്ട്, തർക്കീബും മാനയും ശരിക്കും പഠിക്കാൻ പറ്റില്ല. ഇമാതിരി തെരവൊന്നും നിൽക്കരുത്. കാരണം തർക്കീബൊക്കെ തെറ്റിയ ശരിക്കും പിടിക്കും ഞാൻ. കാരണം ഇബാറത്ത് പറയുമ്പോ നേർക്ക് പറയാൻ പറ്റും. ഞാൻ പറയട്ടെ, അല്ലാത്ത പറയരുത്. പോക്കത്തരം തീരെ വിളിച്ച് പറയരുത്. ഞാൻ മൈക്ക് വിട്ടു. ഇൻഷാ അല്ലാഹ് എന്തെങ്കിലും പ്രത്യേകം